വഅൻ അലിയിൻ റളിയല്ലാഹു അൻഹു അലി റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഉദ്ധരിക്കുന്നു. അന്നഹു ഖാൽ, അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, മൻ ഖറഅ ഖുൽ ഹുവല്ലാഹു അഹദ്, ആരെങ്കിലും ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്താൽ ബഅദ സ്വലാത്തിൽ ഫജ്രി, സുബ്ഹി നിസ്കാരത്തിന് ശേഷം ആരെങ്കിലും സൂറത്തുൽ ഇഖ്ലാസ് ഖുൽ ഹുവല്ലാഹു എന്ന സൂറത്ത് പാരായണം ചെയ്താൽ 11 മറ, 11 തവണ സുബ്ഹി നിസ്കാരത്തിന് ശേഷം ആരെങ്കിലും സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്താൽ ലം യൽഹഖുഹു ദംബുൻ യൗമഇദിൻ, അന്നേ ദിവസം അവനിലേക്ക് യാതൊരു തെറ്റും വന്നു ചേരുകയില്ല, യാതൊരു തെറ്റും അവൻ ചെയ്യുകയില്ല, അവനിൽ സംഭവിക്കുകയില്ല. വലവിജ്തഹദ ശൈത്വാനു, ശൈത്താൻ പരിശ്രമിച്ചാൽ പോലും അവൻ യാതൊരു തെറ്റിലേക്കും അന്നേ ദിവസം എത്തിപ്പെടൂല, അവനിൽ അന്നേ ദിവസം ഒരു തെറ്റും സംഭവിക്കൂല എന്ന് ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹുവിനെ തൊട്ട് ഉദ്ധരിച്ചതായിട്ട് കാണാം. ബഹുമാനപ്പെട്ട ഇസ്മായിലുൽ ഹഖി റളിയല്ലാഹു അൻഹു അവിടുത്തെ തഫ്സീർ റൂഹുൽ ബയാൻ 10-450 ഇത് വിവരിച്ചിട്ടുണ്ട്. അള്ളാഹു നമ്മൾ ചെയ്ത തെറ്റുകളെല്ലാം റബ്ബ് പുറത്തു തരുമാറാവട്ടെ. ഇനിയുള്ള കാലം തെറ്റ് ചെയ്യാതെ ഖൈറായ പാതയിൽ നീങ്ങാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും ഭാഗ്യം നൽകുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സൂറത്തുൽ ഇഖ്ലാസ് 11 തവണ സുബ്ഹി നിസ്കാരത്തിന് ശേഷം പാരായണം ചെയ്താൽ അന്നേ ദിവസം അവനിൽ തെറ്റ് സംഭവിക്കൂല എന്നാണ് ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹു നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. അത് പതിവാക്കാൻ റബ്ബ് നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സാധാരണക്കാർ ഓത്ത് ക്ലിയർ ഇല്ലാത്ത ആളുകൾ സൂറത്തുൽ ഇഖ്ലാസും ഫാത്തിഹകളൊക്കെ നല്ല രീതിയിൽ ഓതിപ്പടിച്ച് നല്ലൊരു ആലിമിൻ്റെ ഖിറാഅത്ത് നല്ല ക്ലിയറുള്ള ഒരു ആലിമിനെ സമീപിച്ച് അവർക്ക് ഓതി കേൾപ്പിച്ച് അതിലുള്ള നമുക്കറിയാത്ത നമ്മൾ തെറ്റില്ല എന്ന് കരുതിയാലും പല തെറ്റുകളും അതിൽ സംഭവിക്കാം. ആ തെറ്റുകളൊക്കെ തിരുത്തി തജ്വീദ് അനുസരിച്ച് ഓതാൻ ശ്രമിക്കുക. അങ്ങനെ ഓതുമ്പോൾ നല്ല പ്രതിഫലം ആ ഓത്തുകൾക്കൊക്കെ കിട്ടും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ.